Today's topic is Newton's rings experiment. This is also an application of thin film interference. Application of thin film interference. And now we are going to see the reflected system. Reflected system. എയർ വെഡ്ജ് പോലെ ഉള്ളൊരു എക്സ്പെരിമെൻ്റാണ് ന്യൂട്ടൺസ് റിങ്സ് എക്സ്പെരിമെൻറ്റും. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, എയർ വെഡ്ജിൽ ഒരു വെഡ്ജ് ഷേപ്ഡ് തിൻ എയർ ഫിലിം നമ്മൾ ഫോം ചെയ്യും. ഫോർ ദാറ്റ് വി ആർ യൂസിങ് 2 പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. ന്യൂട്ടൺസ് റിങ്സ് എക്സ്പെരിമെൻറ്റിൽ എയർ ഫിലിം തന്നെയാണ് തിൻ ഫിലിം. ഹിയർ വി ആർ യൂസിങ് എ പ്ലാനോ കോൺവെക്സ് ലെൻസ് ആൻഡ് എ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് in order to form the thin film. So let's see the experimental arrangement of Newton's rings experiment. Newton's rings experiment inde experimental arrangement aanu ningal ippe കാണുന്നത്. So here we have a plain glass plate and a plano convex lens. Plano convex lens എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ഒരു സൈഡ് പ്ലെയിൻ ആയിട്ടുള്ള ലെൻസിനെയാണ് നമ്മൾ പ്ലാനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. സാധാരണ കോൺവെക്സ് ലെൻസിൻ്റെ രണ്ട് സൈഡും ബൾജ് ചെയ്തിരിക്കും. ഇവിടെ ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് നോർമൽ കോൺവെക്സ് ലെൻസ് പോലെ ആയിരിക്കും, ബൾജ് ചെയ്തിരിക്കും. അപ്പോൾ ഈ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൻ്റെ പുറത്ത് വി വിൽ കീപ് ദ പ്ലാനോ കോൺവെക്സ് ലെൻസ് സോ ദാറ്റ് എ തിൻ ഫിലിം ഓഫ് എയർ ഇസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദ ടു. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇതിൻ്റെ കോണ്ടാക്ട് പ്ലേസിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്നൊരു ചെറിയ ഗ്യാപ്പിലാണ് എയർ ഫിലിം ഫോം ചെയ്യുന്നത്. ദ തിക്നെസ് ഇസ് ഓഫ് വെരി വെരി തിൻ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ സിമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കും. സ്ഫെറിക്കൽ തിൻ ഫിലിം ഓഫ് എയർ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. തിൻ ഫിലിം ഓഫ് എയർ ഇസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദ പ്ലാനോ കോൺവെക്സ് ലെൻസ് ആൻഡ് ദ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. അപ്പോൾ ആ തിൻ ഫിലിമിലേക്കാണ് നമ്മൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് ഇല്യൂമിനേറ്റ് ചെയ്ത് ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ഫോർ ദാറ്റ് ഹിയർ വി ഹാവ് എ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ്. അതിൽ നിന്ന് ലൈറ്റ് റേസ് എമേർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് പാരലൽ ബൈ യൂസിങ് എ കോൺവെക്സ് ലെൻസ്. ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്ത് നമ്മൾ ഈ ലൈറ്റ് റേസിനെ പാരലാക്കും. എന്നിട്ട് ഇറ്റ് ഈസ് അലൗഡ് ടു ഇൻസിഡൻറ്റ് ഓൺ ദ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് വിച്ച് ഈസ് ഇൻക്ലൈൻഡ് ആൻഡ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. ഒരു 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പ്ലേറ്റ് കാണും. ആ ഗ്ലാസ് പ്ലേറ്റ് ആയിരിക്കും ഈ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വി ഹാവ് ടു മേക്ക് ദ ലൈറ്റ് റേസ് നോർമൽ ടു ദ എയർ ഫിലിം. അപ്പോൾ ആ നോർമൽ ഇൻസിഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ 45 ഡിഗ്രിയിൽ ഗ്ലാസ് പ്ലേറ്റ് ഇൻക്ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് റേസ് നോർമലായിട്ട് ട്രാവൽ ചെയ്യുന്നു ആൻഡ് ഇറ്റ് വിൽ ബി ഇൻസിഡൻറ്റ് ഓൺ ദി എയർ ഫിലിം ഇൻ ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദി ഗ്ലാസ് പ്ലേറ്റ്. അപ്പോൾ ഇതിലെ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്യും. അപ്പോൾ ഈ തിൻ ഫിലിമിൻ്റെ ഈ ഒരു ഷേപ്പിലാണ് അവിടെ തിൻ ഫിലിം ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ തിൻ ഫിലിം ഫോം ചെയ്തിരിപ്പുണ്ട്. സോ ഇതിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യും. ഇതിൻ്റെ അപ്പർ സർഫസിൽ എയർ ഫിലിമിൻ്റെ അപ്പർ സർഫസിലും ലോവർ സർഫസിലും ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സിൻസ് ദിസ് ഇസ് നോർമൽ ഇൻസിഡൻറ്റ് ലൈറ്റ് വിൽ ആക്ച്വലി റീട്രേസസ് ദ സെയിം പാത്ത്. അപ്പോൾ അപ്പർ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ചു പോകും ആൻഡ് ലോവർ സർഫസിൽ വന്നിട്ട് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് അതേ വഴി തന്നെ പോകും. അപ്പോൾ ഇത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അപ്പർ സർഫസിൽ നിന്ന് ഒരു റേ വന്നു, ലോവർ സർഫസിൽ നിന്ന് ഒരു റേ വന്നു. ഈ രണ്ട് റേസ് കൂടെ സൂപ്പർപോസ് ചെയ്ത് വി ഗെറ്റ് ദ ഇൻ്റർഫറൻസ് പാറ്റേൺ. അപ്പോൾ ഇവിടെ എയർ ഫിലിമിൻ്റെ ഷേപ്പ് സ്പെറിക്കലി സിമെട്രിക്കൽ ആയതുകൊണ്ട് വി ഗെറ്റ് റിംഗ്
interference pattern, and hence it is named as Newton's rings experiment. ഈ എക്സ്പെരിമെൻ്റ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ന്യൂട്ടൺ ആണ്. സോ ഇറ്റ് ഇസ് നെയിംഡ് ആസ് ന്യൂട്ടൺസ് റിങ്സ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഇൻ്റർഫറൻസ് പാറ്റേൺ ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഗ്രീൻ ലൈറ്റ് ആണ് മൊണോക്രോമാറ്റിക് സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, മൊണോക്രോമാറ്റിക് ലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ ലെൻസിൻ്റെയും ഗ്ലാസ് പ്ലേറ്റിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് സൂപ്പർപോസിഷൻ കഴിഞ്ഞ് നമ്മൾ കാണുന്ന പാറ്റേൺ ഇതുപോലെ ആയിരിക്കും. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് നമ്മൾ റിഫ്ലക്റ്റഡ് സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞു. സോ റിഫ്ലക്റ്റഡ് സിസ്റ്റം ആണെങ്കിൽ സെൻറ്റർ ഒരു ഡാർക്ക് ബാൻഡ് ആയിരിക്കും ഫോം ചെയ്യുക. സെൻറ്റർ നല്ല ഡാർക്കായിട്ടുള്ള ബാൻഡ് ആയിരിക്കും, ഡാർക്ക് റിംഗ് ആയിരിക്കും ഫോം ചെയ്യുക. ഡാർക്ക് റിംഗ് സെൻറ്റർ ഡാർക്ക് റിംഗ് ഫോം ചെയ്യും. ആൻഡ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന പ്ലേസ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിരിക്കും. ബ്രൈറ്റ് മീൻസ് വിത്ത് ഗ്രീൻ കളർ. അത് ഇപ്പോൾ ഗ്രീൻ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രീൻ കളറിൻ്റെ ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും നമുക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഫോം ചെയ്യും. ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയുന്നത് ഗ്രീൻ ലൈറ്റിൻ്റെതായിരിക്കും. Okay, and now let's see why the central ring is dark. നമുക്ക് ന്യൂട്ടൺസ് റിങ്സ് എക്സ്പെരിമെൻറ്റ് കാണുന്ന സമയത്ത് റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിലാണെങ്കിൽ സെൻറ്റർ എന്തുകൊണ്ട് ഡാർക്ക് ആകുമെന്ന് നോക്കാം. അതിനായിട്ട് ലെറ്റ് us consider the glass plate and the lens. This figure 1. So light is incident on the glass plate and the lens. We can see that the light is reflected from the center. അതായത് ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്. ഈ ലെൻസിൻ്റെയും ഗ്ലാസ് പ്ലേറ്റിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ ഒരു പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട്. ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ the thickness of air film is very small. Thickness of air film അതായത് T എന്ന് പറയുന്നത് is approximately equal to 0 എന്ന് പറയാം. അപ്പോൾ അവിടെ നിന്ന് ലെൻസിൻ്റെ അപ്പർ സർഫസിലും ലോവർ സർഫസിലും ഗ്ലാസ് പ്ലേറ്റിൻ്റെ അപ്പർ സർഫസിലുമാണ് ഈ ബീം 1ഉം ബീം 2ഉം. ബീം 1 എന്ന് പറയുന്നത് ലെൻസിൻ്റെ ലോവർ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേയും ബീം 2 എന്ന് പറയുന്നത് ഗ്ലാസ് പ്ലേറ്റിൻ്റെ അപ്പർ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേയുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ സൂപ്പർപോസ് ചെയ്യുന്നു. ബട്ട് വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് നോ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു റേസ്. കാരണം അത് രണ്ടും ഇൻ ഇഫക്റ്റ് ഒരേ പോയിന്റിൽ നിന്ന് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവർ തമ്മിൽ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. സിൻസ് ദ തിക്നെസ് ഓഫ് ദ എയർ ഫിലിം ഇസ് 0, ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0. ആൻഡ് വി നോ ദാറ്റ് ദ കണ്ടീഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ് ഇൻ ദ കേസ് ഓഫ് റിഫ്ലക്റ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് 2 mu t cos r ഇസ് ഈക്വൽ ടു n ലാംഡ ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 ഇസ് ഈക്വൽ ടു n ലാംഡ ആണെങ്കിൽ ബ്രൈറ്റ്നെസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ മാക്സിമ ഫോം ചെയ്യും. ആൻഡ് 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 ഇസ് ഈക്വൽ ടു 2n + 1 ലാംഡ ബൈ 2 ആണെങ്കിൽ ഡാർക്ക് ബാൻഡ് ഫോം ചെയ്യുകയും ചെയ്യും, അല്ലേ? വേർ n ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ n-ന് 0 കൊടുക്കുമ്പോൾ n-ന് 0 ആകുമ്പോൾ ദ കണ്ടീഷൻ ഫോർ ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് കിട്ടും. ഡാർക്ക്നെസ്സിൻ്റെ കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ കണ്ടീഷൻ ഫോർ ഫസ്റ്റ് ഡാർക്ക് ബാൻഡ്. ദിസ് ഇസ് ഡെൽറ്റ. ദിസ് ഇസ് ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റേസ് ഇൻ ദ റിഫ്ലക്റ്റഡ് സിസ്റ്റം. സോ ലെറ്റ് പുട്ട് ഇറ്റ് ആസ് ഡെൽറ്റ. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ n-ന് 0 കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ലാംഡ ബൈ 2. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഇവിടെ സെൻറ്ററിൽ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ ഈ രണ്ട് ബീമും ഒരേ പൊസിഷനിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പാത്ത് ഡിഫറൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൽ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ സെക്കൻഡ് ബീം എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഫ്രം എയർ ആണ്. അതായത് ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു 0 തിക്നെസ് നിയർലി ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ചെറിയ എയറിൻ്റെ പ്രസൻസ് കാണാം, അല്ലേ? അപ്പോൾ ആ രണ്ടാമത്തെ റിഫ്ലക്ഷൻ നടക്കുന്നത് ഈ എയർ ടു അല്ലെങ്കിൽ റെയറർ ടു ഡെൻസർ മീഡിയം ആയതുകൊണ്ട് ആ സെക്കൻഡ് റിഫ്ലക്ഷന് ഒരു പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ഒക്കെ ചെയ്യും. റിഫ്ലക്ഷൻ കാരണമുള്ള പാത്ത് ഡിഫറൻസ് ആണെന്ന്. പാത്ത് ഡിഫറൻസ് ഡ്യൂ ടു റിഫ്ലക്ഷൻ, അല്ലാതെ ജിയോമെട്രിക്കൽ ഡിസ്റ്റൻസ് ഇല്ല. അവർ തമ്മിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൽ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഡ്യൂ ടു റിഫ്ലക്ഷൻ ദ സെക്കൻഡ് റേ അണ്ടർഗോസ് എ path change of lambda by 2. That means the total path difference, the actual path difference between the two rays is lambda by 2, which is the condition for darkness. So the central band always appear dark in the case of Newton's rings experiment.
ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്ത് വരുന്ന ബ്രൈറ്റ് ബാൻഡിനെ നോക്കാം. ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയുമ്പോൾ ലെറ്റ് us suppose that from the center there is a area where the thickness of the thin film is equal to lambda by 2. ലാംഡ ബൈ 2 എടുക്കാം, അതുപോലെ തന്നെ ലാംഡ ബൈ 4 എടുക്കാം. സോ നമുക്ക് ആദ്യം ലാംഡ ബൈ 4 എടുക്കാം. ഓക്കെ, ലാംഡ ബൈ 2ന് ഇക്വലൻ്റ് ആയിട്ടുള്ള തിക്നെസ് ഉണ്ട്, ലാംഡ ബൈ 4ന് ഇക്വലൻ്റ് ആയിട്ടുള്ള തിക്നെസ് ഉണ്ട്. കമ്പയറബിൾ ടു വേവ് ലെങ്ത് ആയിരിക്കും. ആ എയർ ഫിലിമിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പയറബിൾ ടു ദ വേവ് ലെങ്ത് ആയിരിക്കും. സോ ഹിയർ ഈ രണ്ട് റേസ്, അതായത് ആ ടി ഈക്വൽ ടു ലാംഡ ബൈ 4 എന്ന് പറയുന്ന തിക്നെസ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള റീജിയനിൽ നിന്ന് ലൈറ്റ് റേസ് ഇതുപോലെ രണ്ടായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ബീം 1 ബീം 2 ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് സൂപ്പർപോസ് ചെയ്യുമ്പോൾ ദർ ഇസ് എ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. അതായത് സെക്കൻഡ് ബീം എന്ന് പറയുന്നത് ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഈക്വൽ ടു ലാംഡ ബൈ 4 ഡൗൺവേർഡ്സ്. താഴേക്ക് അത് ലാംഡ ബൈ 4 ട്രാവൽ ചെയ്യും. ഇവിടുത്തെ എയർ ഫിലിമിൻ്റെ തിക്നെസ് ആണ് നമ്മൾ ഈ ലാംഡ ബൈ 4 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ താഴേക്ക് ഇത് ലാംഡ ബൈ 4 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. സോ ലാംഡ ബൈ 4 ഡിസ്റ്റൻസ് ഡൗൺവേർഡ്സ് സെക്കൻഡ് റേ കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ദെൻ അതേ ഡിസ്റ്റൻസ് ഇത് മുകളിലേക്കും ട്രാവൽ ചെയ്യണം, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് ഈ റേസ് നോർമൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് ഇറ്റ് റീട്രേസസ് ദ സെയിം പാത്ത് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു റേ ഓൾറെഡി ഇങ്ങനെ തിരിച്ചു പോയി, രണ്ടാമത്തെ റേ ലാംഡ ബൈ 4 ഡിസ്റ്റൻസ് താഴേക്ക് വന്നു. ദെൻ അഗെയിൻ ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ നിന്ന് അഗെയിൻ റിഫ്ലക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ വീണ്ടും അത് തിരിച്ച് ഒരു ലാംഡ ബൈ 4 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്വേർഡ്സ്. സോ വി ക്യാൻ സീ ലാംഡ ബൈ 4 ഡിസ്റ്റൻസ് അപ്വേർഡ്സ് അത് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു, അല്ലെങ്കിൽ അതിൻ്റെ ജിയോമെട്രിക്കൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ലാംഡ ബൈ 4 പ്ലസ് ലാംഡ ബൈ 4 ആയി. പ്ലസ് നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ വീണ്ടും വരും. ദാറ്റ് ഈസ് സെക്കൻഡ് റേ റിഫ്ലക്റ്റ് ചെയ്യുന്നത് റെയർ ടു ഡെൻസ് മീഡിയം ഇൻ്റർഫേസ് ആണ്. ഇവിടെ എയർ ആണല്ലോ, അപ്പോൾ എയർ ടു ഗ്ലാസ് എന്ന് പറയുന്നത് റെയർ ടു ഡെൻസ് മീഡിയം ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അവിടെ ആ സെക്കൻഡ് ബീമിന് വീണ്ടും ഒരു റിഫ്ലക്ഷൻ്റെ പാത്ത് ഡിഫറൻസ് കൂടെ വരും. ദാറ്റ് ഈസ് ലാംഡ ബൈ 2. റിഫ്ലക്ഷൻ്റെ പാത്ത് ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ലാംഡ ബൈ 2 ആണ്, അല്ലെങ്കിൽ പൈ. സോ ആംഗിളിൽ പറയുകയാണെങ്കിൽ പൈ, പാത്ത് ചേഞ്ചിൽ പറയുകയാണെങ്കിൽ ലാംഡ ബൈ 2. അപ്പോൾ ലാംഡ ബൈ 2 റിഫ്ലക്ഷൻ, അത് ലാംഡ ബൈ 2 പാത്ത് ചേഞ്ചും കൂടെ ആ രണ്ടാമത്തെ റേഞ്ചിനും കൂടെ വരും, അല്ലേ? അപ്പോൾ ടോട്ടൽ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബീം എന്ന് പറയുന്നത് എന്തായി? ലാംഡ ബൈ 4 പ്ലസ് ലാംഡ ബൈ 4 പ്ലസ് ലാംഡ ബൈ 2, ദാറ്റ് ഈസ് 1 ലാംഡ. ആൻഡ് ദിസ് കറസ്പോണ്ട്സ് ടു ദ കണ്ടീഷൻ for maxima. That means that particular point appears as bright. ആ പോയിന്റ് ബ്രൈറ്റ് ആയിട്ട് കാണും. Point is bright, and we know that the locus of points having the same thickness is spherical in shape, അല്ലേ? ഒരേ തിക്നെസ് ഉള്ള ടി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4 എന്ന് പറയുന്ന തിക്നെസ് സ്ഫെറിക്കലായിട്ടുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ബ്രൈറ്റ് ആണെങ്കിൽ, ടി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് ബ്രൈറ്റ് ആണെങ്കിൽ ആ സ്ഫെറിക്കലി എല്ലാ പോയിന്റും ബ്രൈറ്റ് ആയിരിക്കും. ടി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ പോയിന്റും ബ്രൈറ്റ് ആയിരിക്കും. ആൻഡ് ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് വി ഗെറ്റ് എ ബ്രൈറ്റ് റിംഗ്. നമുക്കൊരു നല്ലൊരു ബ്രൈറ്റ് റിംഗ് നമുക്കവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ബ്രൈറ്റ് റിംഗ് അവിടെ ഫോം ചെയ്യും. ടി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4 തിക്നെസ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്പേസിലെല്ലാം എല്ലാ പോയിന്റും കൂടെ ചേർന്ന് നമുക്ക് ഒരു ബ്രൈറ്റ് റിംഗ് ആയിട്ട് കാണാനായിട്ട് പറ്റും. കാരണം നമുക്ക് the locus of points are so close that we cannot separate the points. Instead we see it as a complete ring. ഓക്കെ, അപ്പോൾ സെൻട്രൽ പോയിന്റ് ബ്രൈറ്റ് ആണുള്ള കാരണം അവർ തമ്മിൽ പാത്ത് ഡിഫറൻസ് ഇല്ല. The only path difference is due to reflection, and that corresponds to, so total path difference is lambda by 2, which corresponds to darkness in reflected system. In a similar manner, when the thickness is lambda by 4, the path difference between the two rays reflecting from that thickness is equal to 1 lambda, which corresponds to the condition for maxima. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം കൂടി ചേർന്ന് ഒരു ബ്രൈറ്റ് റിംഗ് ആയിട്ട് കാണും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ടി ഈക്വൽ ടു ലാംഡ ബൈ 2 ആകുമ്പോൾ എന്തെന്ന് നോക്കാം. വെൻ ടി ഈക്വൽ ടു ലാംഡ ബൈ 2, ദ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 ഡൗൺവേർഡ്സ് പ്ലസ് ലാംഡ ബൈ 2 അപ്വേർഡ്സ് പ്ലസ് ലാംഡ ബൈ 2 ഡ്യൂ ടു റിഫ്ലക്ഷൻ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 3 lambda by 2 again, which is the condition for darkness. അപ്പം lambda by 2 ഇക്വലൻ്റ് ആയിട്ട് നമുക്കൊരു ഡാർക്ക് ബാൻഡ് കിട്ടും. അപ്പോൾ സെൻട്രൽ ഒരു ഡാർക്ക് സ്പോട്ട് ആയിരിക്കും. അത് കഴിഞ്ഞൊരു ബ്രൈറ്റ് റിംഗ്, ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ ഗ്രീനിൻ്റെ ഒരു ബ്രൈറ്റ് റിംഗ് ഫോം ചെയ്യും. ദെൻ അഗെയിൻ ഒരു ഡാർക്ക് ബാൻഡ് ഫോം ചെയ്യും. അടുത്തത് ഒരു ബ്രൈറ്റ് ബാൻഡ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് റിങ്സ് ഫോം ചെയ്യും. ആൻഡ് ഹിയർ വി ക്യാൻ സീ ഇവിടെ പുറത്തേക്ക് വരുന്തോറും ആദ്യത്തെ 2 റിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ദെൻ ഔട്ട്വേർഡ്സ് പോകുമ്പോഴത്തേക്കും റിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുക. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ
the condition for the radius. നമുക്ക് റിങ് കണ്ടു. ഇപ്പോൾ ബ്രൈറ്റ് ബാൻഡ്സ് ആണെങ്കിൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാമായിരുന്നു. So here we have bright rings. So we have to find the radius of the nth bright ring. Okay. അപ്പോൾ ഇവിടെ റിങ്സിൻ്റെ തിക്നെസ് ഒന്നും ഈക്വൽ അല്ല. റിങ്സിൻ്റെ തിക്നെസ് വേരി ചെയ്യുന്നുണ്ട്. ഔട്ട്വേർഡ്സ് വരുന്തോറും തിക്നെസ് വേരി ചെയ്യുന്നുണ്ട്. സെൻട്രൽ ബാൻഡ് എന്ന് പറയുന്ന സ്പോട്ട് എന്ന് പറയുന്ന നല്ല ഒരു തിക്നെസ് ഉണ്ട്. പുറത്തേക്ക് വരുന്തോറും അത് കുറഞ്ഞു കുറഞ്ഞു പോകുന്നതായിട്ട് കാണും. So now let's find the radius of nth ring. For that, we are going to find the radius of expression for the radius of nth dark ring. അപ്പോൾ ഞാൻ ചെയ്തത് ഗ്ലാസ് പ്ലേറ്റും ലെൻസും കൺസിഡർ ചെയ്തു. ദിസ് ഇസ് ദ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് ദിസ് ഇസ് ദ പ്ലാനോ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ആ ലെൻസിനെ ഞാനൊരു 2 ഡയമെൻഷണൽ ഫിഗറാക്കി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ലെൻസിൻ്റെ സർക്കിൾ ഞാനങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ലെൻസിൻ്റെ സർക്കിൾ ഇങ്ങനെ ലെൻസായിരുന്നു. അപ്പോൾ ലെൻസിൻ്റെ സർക്കിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഫ്രം ദ സെൻറ്റർ ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു. സി എന്ന് പറയുന്ന സെൻറ്റർ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഒരു ഡിസ്റ്റൻസ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മാർക്ക് ചെയ്തു. സോ ദാറ്റ് ദ സി ബി ഫോംസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ്. ആൻഡ് ലെൻസിൻ്റെ ആ ബി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ സിയിൽ നിന്നുള്ള ലൈനും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. വിച്ച് ഇസ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു. AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ്. സപ്പോസ് ഈ ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഗ്ലാസ് പ്ലേറ്റിൽ നിന്ന് ബി വരെയുള്ള പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് T ആണെന്ന് വിചാരിക്കുക. വിച്ച് ഇസ് ദ തിക്നെസ് ഓഫ് ദി എയർ ഫിലിം. ഇൻ ബിറ്റ്വീൻ ദ പ്ലാനോ കോൺവെക്സ് ലെൻസ് ആൻഡ് ഗ്ലാസ് പ്ലേറ്റ് എയർ ഫിലിം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി എയർ ഫിലിം ആണ്. ആൻഡ് അറ്റ് T, ആ T എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഡാർക്ക് ബാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ ഒരു ഡാർക്ക് ബാൻഡ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈൻ ഇവിടെ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ T വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ റേഡിയസ് ഓഫ് ദി nth ഡാർക്ക് റിംഗ്. സോ ഫ്രം ദിസ് ഫിഗർ വി ക്യാൻ ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദ റേഡിയസ് ഓഫ് nth ഡാർക്ക് റിംഗ്. അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാൻ. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വി ഹാവ് ടു അപ്ലൈ പൈതഗോറസ് തിയറം ടു ദ ട്രയാങ്കിൾ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. Applying Pythagoras theorem in triangle ABC. Altitude square plus base square is equal to hypotenuse square അല്ലേ. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് AB സ്ക്വയർ ആണ്. AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു BC സ്ക്വയർ എന്ന് കിട്ടും. സോ AB സ്ക്വയർ എന്ന് പറയുന്നത് it is equal to RN square. From the figure we know that AB square is equal to RN square plus AC square എന്ന് പറയുന്നത് O മുതൽ C വരെ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് R ആണ്. Because it is a radius. And we know that the distance AO is equal to T. So AC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് will be equal to R minus T. So we can write this is equal to R minus T the whole square, which is equal to BC square. BC square is again R square. So Rn square plus R square minus 2RT plus T square is equal to R square എന്ന് കിട്ടും. R square and R square cancel. From this we can write 2RT is equal to Rn square plus T square എന്ന് വരും. The T square is neglected. T square is neglected. Why? Because T is very very small. T is very very small. Thin ഫിലിമിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ഈസ് വെരി സ്മോൾ. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യും. ആൻഡ് വി ഗെറ്റ് 2RT is equal to Rn square എന്ന് കിട്ടും. ഓക്കെ. സോ നൗ വി ഹാവ് ടു അപ്ലൈ ദിസ് ഇക്വേഷൻ ഇൻ ദ കണ്ടീഷൻ ഫോർ ദ ഡാർക്ക് ബാൻഡ്. ദാറ്റ് ഈസ് we have 2 mu T cos R minus lambda by 2 is equal to 2n plus 1 lambda by 2, which is the actual condition. Now by rearranging we can write it as 2 mu T cos R
is equal to is approximately equal to n lambda എന്ന് എഴുതാം. അതായത് ഇതിനെ ഈ ലാംഡയെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വി ഗെറ്റ് n+1 ലാംഡ എന്നാണ് വരുന്നത്. അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ n ലാംഡ എന്ന് എഴുതും, വിച്ച് ഇസ് ദ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് ഇൻ ദ റിഫ്ലക്റ്റഡ് സിസ്റ്റം. അപ്പോൾ അവിടെ മ്യൂ എന്ന് പറയുന്നത് തിൻ ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ ഹിയർ ദ തിൻ ഫിലിം ഇസ് എയർ. Since thin film is air, we can write the refractive index of air, which is equal to 1. And the light is incidenting, R എന്ന് പറയുന്നത് angle of refraction ആണ്. So light is incidenting normally. Therefore, we can write R is equal to 0 for normal incidence. So cos R is equal to 1. Therefore, cos R is equal to 1. So we can rewrite the equation as 2t is equal to n lambda, equation number 2. And from the figure we have 2RT is equal to Rn square, which is equation number 1. So from equation 1 we can write 2t is equal to Rn square divided by R, equation number 3. So from equation 2 and 3 we can write Rn square divided by R is equal to n lambda, or Rn square is equal to nr lambda, which is the square of the radius of nth dark ring, from which we can write Rn is equal to root of nr lambda എന്ന് എഴുതാം. അതായത് nth ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് is depending on the natural number n and also wavelength of the light used. And here we can see the wavelength of light used is a constant. It's a monochromatic light which will be a constant. And r, the radius of curvature of the plano convex lens, is also a constant, from which we can write Rn is directly proportional to root n. So this question ചോദിക്കാറുണ്ട്, prove that the radius of nth dark ring is directly proportional to the square root of natural number എന്ന് എക്സാമിന് ചോദിക്കും. Square root of natural number. അപ്പോൾ ഇവിടെ വരാൻ എഴുതേണ്ടത്. So you have to write the experimental arrangement, then the theory behind the formation of dark and bright bands. Then you have to find the radius of nth dark band, and we get nth dark band, the radius of nth dark band is equal to root of nr lambda. So now we have to discuss the applications of Newton's rings experiment that we will do in the next video.